നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരള. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 15 ആയിട്ടുണ്ട്. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലൊക്കെയാണ് അവധിയുള്ളത്. എല്ലാ ജില്ലകളിലും തന്നെ യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. പത്തനംതിട്ടയിലൊക്കെ കനത്ത മഴ തുടരുകയാണ്. മൂഴിയാർ ഡാം ഏത് നിമിഷവും തുറക്കും എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റാന്നി, കോഴച്ചേരി താലൂക്കുകളിലൊക്കെ ആളുകളെ ഒഴിപ്പിക്കുകയാണ്. തീർത്ഥാടകരെയൊന്നും ശബരിമലയിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ള വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് രാത്രി മുഴുവൻ ശക്തമായ മഴ തുടരുകയായിരുന്നു. പുറത്താകെ മഴയാണ്, അകത്ത് ഒരു ചൂട് ചായയും ഒപ്പം ഇന്നത്തെ പ്രധാന വാർത്തകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു വാം ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 15ആയി. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ. മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട്. ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ തുറന്നേക്കും. പമ്പയിലും ജലനിരപ്പ് ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ. ഇടുക്കിയിലും കോട്ടയത്തും മലയോര മേഖലയിൽ അതിശക്തമായ മഴ. ഇടുക്കിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി. നേരിയമംഗലം മുതൽ അടിമാലി വരെ രാത്രി യാത്രാ നിരോധനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം വിലക്ക്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ സിപിഎം പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം. ഗൂഢാലോചന നടത്തിയ നേതാക്കളെ കണ്ടെത്തിയിട്ടില്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കുറ്റമെന്നും ജാമ്യം നൽകരുതെന്നും ഇഡി. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം ഊർജിതമാക്കി സൗദി അറേബ്യ. ചർച്ചകൾ ഉടൻ വേണമെന്ന് ട്രംപിനോട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. നയതന്ത്ര പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും പ്രഖ്യാപനം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിൽ വാർത്തകൾ ഇനി വിശദമായി. കലിമഴ തുടരുന്നു. സംസ്ഥാനത്ത് മഴയും മഴക്കെടുതിയും ഒക്കെ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ മറ്റ് എല്ലായിടങ്ങളിലും അവധിയാണെന്ന്. കാരണം ഇവിടെ എല്ലാം തന്നെ ശക്തമായ മഴയ്ക്കും കാറ്റിനൊക്കെ സാധ്യതയുള്ളതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. തീരദേശത്തും മലയോര മേഖലയിലുമൊക്കെ അതീവ ജാഗ്രത തുടരുകയാണ്.
കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മൂഴിയാർ ഡാം ഏത് നിമിഷവും തുറക്കാൻ സാധ്യതകളുണ്ട്. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. തീർത്ഥാടകരെ ഒന്നും ശബരിമലയിലേക്ക് കയറ്റിവിടുന്നില്ല. വിവരങ്ങളുമായി ശശി നാരായണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശശി, കേരളമൊട്ടാകെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലൊക്കെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മൂഴിയാർ ഡാമൊക്കെ ഏത് നിമിഷവും തുറക്കുമെന്നുള്ള വിവരങ്ങളും നമുക്ക് പുറത്തു വരുന്നു. എന്തൊക്കെയാണ് ശശി അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അതിതീവ്ര മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത്. ഇന്നലെ രാത്രിയാണ് ആ മഴ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായി ജില്ലാ ഭരണകൂടവും മന്ത്രിയും ഒക്കെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പമ്പാ നദിയിലെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഇന്നലത്തെ മഴയോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ആറന്മുളയിലും കോഴഞ്ചേരിയും അടക്കമുള്ള പ്രത്യേകിച്ച് ആറന്മുള, റാന്നി താലൂക്കിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. റാന്നിയിൽ നേരിയ തോതിൽ വെള്ളക്കെട്ട് കുറവുണ്ടെങ്കിലും ആറന്മുളയിലും അപ്പർ കുട്ടനാട്, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ ഈ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തുടരുകയാണ്. പമ്പാ നദിയിലെ ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള മഴ പെയ്തു. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് തന്നെ ഇന്നലെ മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്തായാലും മൂഴിയാർ ഡാമിന്റെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മൂഴിയാർ ഡാം കൂടി തുറക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് വീണ്ടും മാറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വീടുകളിലുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ക്യാമ്പിലേക്ക് മാറ്റാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. പലരും വീടുകളിൽ നിന്നും ക്യാമ്പിലേക്ക് വരാൻ മടിക്കുന്നതാണ് വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നത്. ഇവരെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഫോൺ വിളിച്ചും അതുപോലെ തന്നെ നേരിട്ടുമൊക്കെ സന്നദ്ധ പ്രവർത്തനം, ഫയർഫോഴ്സ് സംഘങ്ങളും ചെന്ന് പറഞ്ഞാൽ പോലും പലരും വീട്ടിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. 2 നില വീടിന് മുകളിലൊക്കെയാണ് ആളുകൾ ഉള്ളത്. ഇവിടെ കുഴപ്പമില്ലെന്നൊക്കെ ഇവർ പറഞ്ഞ ഈ സന്നദ്ധ പ്രവർത്തനം തിരിച്ചയക്കുകയാണ് വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നത്. എന്തായാലും വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ തുടരുകയാണെങ്കിൽ വൈദ്യുതി ബന്ധം കാണത്തില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങൾ നടക്കാതെ ഒരു ഈ കാര്യമാണ് ആശങ്കയായി തുടരുന്നത്. നിലവിൽ 2 ദിവസമായി തുടർന്ന് വെള്ളക്കെട്ട് ആറന്മുളയിലും ഈ പറയുന്ന അപ്പർ കുട്ടനാട് മേഖലയിലുമൊക്കെ ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലയിൽ വലിയ രീതിയിൽ തുടരുന്നുണ്ട്. ഈ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയ വെള്ളമാണ് ഈ മഴ തുടർന്നാൽ ഇറങ്ങാത്ത ഒരവസ്ഥയുള്ളത്. അതുകൊണ്ട് വലിയ ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രിയിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം ആളുകളും ക്യാമ്പുകളിലേക്ക് മാറി. ഏകദേശം 75ഓളം ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതിൽ 3500ഓളം പേർ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കൂടി ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും വീട്ടിൽ നിന്ന് മാറാൻ മടിക്കുന്ന ആളുകളെ കൂടി ഈ ക്യാമ്പിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും എത്തിയിട്ടുണ്ട്. 7 ബോട്ടുകൾ കൊല്ലം വാടിയിൽ നിന്നും പത്തനംതിട്ട എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെ വലിയൊരു സംഘവും ഉണ്ട്, സന്നദ്ധ പ്രവർത്തനമുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉണ്ടാകൽ ഏതെങ്കിലും അത്യാഘാതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം നേരിടാനുള്ള സംവിധാനങ്ങളും പത്തനംതിട്ടയിലുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പമ്പാ നദിയിൽ വെള്ളം ഉയർന്ന് ക്രമാതീതമായി ഉയരുന്നതാണ് ഇപ്പോൾ ആശങ്കയെത്തുന്നത്. അത് മലയോര മേഖലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ അതിതീവ്ര മഴയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രശ്നം ആറന്മുളയിൽ നേരിടുകയാണ്. എഴിക്കാട് കോളനി, അതുപോലെ തന്നെ തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിൽ അപ്പർ കുട്ടനാട് നിരണം, കടപ്പുറ തുടങ്ങിയ മേഖലകളിലും എല്ലാം തിരുവല്ലയിലും അടക്കമുള്ള മേഖലകളിൽ ഇത്തരമുള്ളൊരു പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഈ വെള്ളം ഒഴുകിയെത്തുന്ന സാധാരണ റാന്നിയിൽ നിന്നും ആറന്മുള അങ്ങനെ ചെങ്ങന്നൂരിനാണ് ഇതിന്റെ ഒരു ഒഴുക്ക് രീതി. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വെള്ളം എത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ പ്രദേശങ്ങളിൽ തുടരുമെന്നുള്ളതാണ്. പക്ഷേ ഈ നാട്ടുകാർ, ഈ പ്രദേശവാസികൾ ക്യാമ്പിലേക്ക് മടങ്ങാതിരിക്കുന്നത് വലിയ ഒരു ആശങ്കയായി ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഇവര് എങ്ങനെങ്കിലും ഈ വീടുകളിൽ നിന്ന് 2 നില വീടുകളുടെ മുകളിലാണ് ഇവർ പലരും ഉള്ളത്. ഇവർ ക്യാമ്പിലേക്ക് വിളിച്ചാൽ വരാത്ത ഒരു സാഹചര്യമുണ്ടെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്ന ഒരു കാര്യം. നിലവിൽ 2-3 ദിവസം അവിടെ ഇരുന്നാൽ തന്നെ ഇനി കറണ്ട്, വൈദ്യുതി ബന്ധം നിലച്ചു പോയാൽ പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ ഒരു അപകടത്തിന് കാരണമാകും എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് സംഘം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതാണ് ഒരു പ്രതിസന്ധിയെ തുടരുന്നത്. എന്തായാലും വെള്ളക്കെട്ട് ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടുണ്ട്. അച്ചൻകോൽ നദിയിലും ഈ പറഞ്ഞ പോലെ കിഴക്കൻ മലയോര മേഖല മഴ നേരിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ നദിയിലെ ജലനിരപ്പ് ഉയർന്നത് ആശങ്കയായി തുടരുന്നു. അതുകൊണ്ട് തന്നെ
വെള്ളക്കെട്ട് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ വലിയ ദുരന്തമാണ്, സമാനതകളില്ലാത്ത ദുരന്തമാണ് ആറന്മുളയിലുള്ളത്. എന്തായാലും മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പത്തനംതിട്ട ക്യാമ്പ് ചെയ്യുകയാണ്. കാരണം പത്തനംതിട്ടയിലെ സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുമായുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് വിഷ്ണുനാഥ് മന്ത്രി പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. MLA-മാരും ഇത്തരത്തിൽ ആശങ്കകൾ മന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും പത്തനംതിട്ടയിൽ ആറന്മുളയിലും റാന്നിയിലും ചെങ്ങന്നൂരും അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടരുന്നു. അപ്പർ കുട്ടനാട്ട് മേഖലയും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ചേരാ ശശി, അതേപോലെ ഈ 2018 പ്രളയകാലത്തൊക്കെ റാന്നിയുടെ അവസ്ഥ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് വിഷ്വൽസ് ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇപ്പോൾ എന്താണ് റാന്നിയിലേക്കുള്ള ഒരു അവസ്ഥ? അവിടുത്തെ ജനങ്ങളൊക്കെ ഭീതിയിലാണോ? അതേപോലെ തന്നെ ശബരിമലയിൽ തീർത്ഥാടകരെ കയറ്റുന്നില്ല, ഇപ്പോൾ അവിടെ നിയന്ത്രണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങളും കൂടെ നമുക്ക് ലഭ്യമാണോ? സാറ, റാന്നിയിൽ സ്വാഭാവികമായി 2018 പ്രളയത്തിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ഒരു മഴ പെയ്തപ്പോഴും ആളുകൾക്ക് വലിയ ഭയമാണ്. കാരണം വലിയ രീതിയിലുള്ള ദുരിതമാണ് അന്ന് നേരിടേണ്ടി വന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. റാന്നിയിൽ ഈ വെള്ളം അല്പം ഈ നഗരത്തിലെ ടൗണിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഭീതി നിലനിൽക്കുന്നുണ്ട്. കക്കാട്ടാറിൽ ഇന്നലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഭീതി റാന്നിയിലുണ്ട്. കാരണം വ്യാപാരികൾക്ക് ടൗണുകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന മേഖലയാണ് റാന്നി. അവിടെ ഇന്നലെ പൂർണ്ണമായും വെള്ളം കയറിയ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇന്നലത്തെ രാത്രിയുടെ മഴയോട് കൂടി കക്കാട്ടാറിലെ വെള്ളം ഉയർന്നു. ഇനിയും മൂഴിയാർ ഡാമിൽ തുറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഈ റാന്നിയുടെ ഭാഗമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ജലനിരപ്പ് ഉയരാൻ നേരിയ തോതിൽ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് ചെറിയ രീതിയിൽ ഉയർന്ന ഒരുപക്ഷെ നഗരത്തിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി. കാരണം എല്ലാ നാട്ടുകാരും പഞ്ചായത്തും മറ്റൊരു ഫയർഫോഴ്സും അടക്കമുള്ള സേനാംഗങ്ങളാണ് ഇന്നലെ റാന്നിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ ടൗണിലെ വെള്ളത്തിന് കുറവുണ്ട്. പക്ഷേ വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ റാന്നിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ട്. അതെന്തായാലും അടിയന്തര സഹായമായി 25,000 രൂപയാണ് ഇതുവരെ ഓരോ വാർഡ് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകിയിട്ടുള്ളത്. അതുപോലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വ്യാപാരിക്ക് റാന്നിയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ശബരിമലയിലെ കാര്യമാണ്. നിറപുത്തരി ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭക്തർക്ക് കൃത്യമായ ഒരു നിയന്ത്രണമുണ്ട്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് പമ്പയിൽ സ്നാനമടക്കമുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലെല്ലാം നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ മലയോര യാത്ര, അത് ശബരിമലയ്ക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. കഴിവതും പരമാവധി കുറച്ച് ആളുകൾ മാത്രമേ ഈ നിറപുത്തരി ചടങ്ങുകൾ പങ്കെടുക്കാവൂ എന്നുള്ള കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് കർശനമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് നടന്ന സമയത്ത് തന്നെ ആ തീർത്ഥാടകർ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീർത്ഥാടക പ്രായം ഈ മുന്നറിയിപ്പുള്ളതുകൊണ്ട് അത്തരം ഒരു പ്രവാഹം ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിറപുത്തരി ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തീർത്ഥാടകർ എത്തുന്നുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ പാലിച്ച് മാത്രമേ ശബരിമല എത്താവൂ എന്നാണ് അറിയിച്ചിട്ടുള്ള. സ്നാനത്തിനും നിയന്ത്രണമുണ്ട്. പമ്പയിൽ കുളിക്കുന്നതിനുള്ള നിയന്ത്രണമുണ്ട്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അവിടെ കുളിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. വനത്തിലൂടെയുള്ള യാത്രയാണ്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയ പത്രത്തിൽ തീർത്ഥാടകരുടെ ഒരു നിയന്ത്രണം കഴിഞ്ഞ ദിവസം മുതലുണ്ട്. പക്ഷെ ഈ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരം നിയന്ത്രണം പറഞ്ഞിട്ടുള്ളത്. നദിയിലെ ജലനിരപ്പ്. ശരി, ശശിയാണ് നമുക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കോട്ടയം ജില്ലയിലേക്ക് ഒന്ന് പോവാം. കോട്ടയത്ത് മഴയ്ക്ക് പൂർണ്ണമായും ശമനം വരാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ കടുത്ത ജാഗ്രത തുടരുകയാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നതാണ് ഈ മലയോര മേഖലയിലുള്ളവരെയൊക്കെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. കോട്ടയത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, കോട്ടയം ജില്ലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതുപോലെ മഴ പെയ്യും, കോട്ടയത്തെല്ലാം കടുത്ത വെള്ളക്കെട്ടുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു പാലക്കാരിയാണ്, വർഷങ്ങളായിട്ട് ഞാനിത് കണ്ടുകൊണ്ടും ഇരിക്കുന്നതാണ്. വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ കടുത്ത നാശനഷ്ടം സംഭവിക്കാറുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെയാണ് അവിടുത്തെ സാഹചര്യം. ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ളൊരു അവസ്ഥ? അതല്ലെങ്കിൽ മഴയ്ക്ക് നേരിയൊരു ശമനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ഈ ഇടവിട്ടുള്ള മഴ വീണ്ടും ജനങ്ങളെ ഭയത്തിൽ ആക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ശ്രീജിത്ത് കോട്ടയത്ത് നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ പകൽ ഏതാണ്ട് മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി വീണ്ടും മഴ കനക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട പോലുള്ള മേഖലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കോട്ടയത്ത് ഏതാണ്ട് എല്ലായിടത്തും അതിശക്തമായ മഴ പെയ്യുന്നു.
ഈ ഇടവിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്, ദുരന്ത നിവാരണ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം രാത്രി 1 മണിക്കൊക്കെ അതിശക്തമായ മഴ ഉണ്ടാകും, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമായിരുന്നു. രാത്രിയാവും 3 മണിക്കൂർ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ മഴ ഏതാണ്ട് പെയ്യുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ രാത്രി കണ്ടത്. ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഈ ലൈവ് നിൽക്കുമ്പോഴും ഇവിടെ മഴ തുടരുകയാണ്. കോട്ടയം നഗരത്തിലെ അവസ്ഥയാണ് ഇത്. അതായത് ഇനി ജലനിരപ്പ് പലയിടത്തും താഴാൻ തുടങ്ങിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ മീനച്ചിലാറ്റിലടക്കം താഴാൻ തുടങ്ങിയിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്യുന്നത് ഒരാശങ്കയാകുന്നു. പലയിടത്തും ജലനിരപ്പ് ഉയരുന്നു. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖല, കോട്ടയം നഗരത്തിന്റെ പടിഞ്ഞാറുള്ള മേഖലകളിൽ അതിശക്തമായ വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മിനിഞ്ഞാന്ന് മുതൽ തന്നെ, രാത്രി മുതൽ തന്നെ ഇല്ലിക്കലും അങ്ങനെ കുമരകം റോഡിലുമൊക്കെ വെള്ളം കയറിയിരുന്നതാണ്. അത് പക്ഷേ ഇന്നലെ പകൽ മഴയില്ലാത്തത് കൊണ്ടും അധികം വെള്ളം വരാത്തത് കൊണ്ടും ഒരൽപ്പം ഒരു ആശ്വാസമായി മാറിയിരുന്നതാണ്. എന്തായാലും അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. നിലവിൽ എന്തായാലും വീണ്ടും ശക്തമായ മഴ പെയ്യുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പലയിടത്തും വലിയ ദുരിതമാണ് ആദ്യ ദിവസങ്ങളിലെ മഴയിൽ ഉണ്ടായിരുന്നത്. പൂഞ്ഞാർ തെക്കേക്കരയിലും അടുക്കത്തുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ വലിയ പ്രതിസന്ധിയായിരുന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്ക് വലിയ കല്ലുകൾ, വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുകയും വലിയ കല്ലുകൾ ഉരുണ്ടെത്തുകയും ഒക്കെ ചെയ്തത് വലിയ ദുരിതം വിതച്ചിരുന്നു. ഇന്നലെ മുതൽ അതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കല്ലുകൾ താൽക്കാലികമായി ചെറിയ രീതിയിലൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം. പലയിടത്തും ഈ ഉരുൾപൊട്ടലും പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലും മൂലം ഈ തൊഴുത്തുകളിലൊക്കെ കെട്ടിയിരുന്ന കാലികളൊക്കെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നലെ 13 കാലികൾ ചത്ത തീക്കോയിലൊരു കർഷകന് മന്ത്രി ബിന്ദു കൃഷ്ണ 2 കാലികളെ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് ശേഷം അത് ദാനം ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വശത്ത് വലിയ ദുരിതം, വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നലെ പകലത്തെ ഒരു സാഹചര്യമല്ല ഇന്ന് രാവിലെ എന്തായാലും ഉള്ളത്. ഇപ്പോഴും മഴ പെയ്യുകയാണ്, മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഒരുപക്ഷെ ദുരിതം തുടരും എന്നുള്ള ആശങ്ക തന്നെയാണ് ഈ രാവിലെ നമുക്ക് നൽകാൻ കഴിയുന്നത്. ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അടുത്തതായിട്ട് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ അവസ്ഥയെ നോക്കാം. അതായത് കോഴിക്കോട് മഴയ്ക്ക് നേരിയ ഒരു കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 30 ക്യാമ്പുകളിലായിട്ട് 862 പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. അനീഷ്, കോഴിക്കോട് ജില്ലയിൽ കക്കയം ഡാം തുറന്നതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഒരുപാട് ആൾക്കാരെ, ഏകദേശം 862 ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അനീഷ് കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ? കോഴിക്കോട് ഇന്നലെ അർദ്ധരാത്രി മുതൽ വീണ്ടും മഴ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ പേമാരി പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വരെ വലിയ രീതിയിൽ മഴ പെയ്ത്തു തന്നെയായിരുന്നു. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ്. നമ്മളിപ്പോൾ കണ്ണാടിക്കൽ ഭാഗത്താണുള്ളത്. ഇവിടെ ഈ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഉടനീളം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഏതാണ്ട് 50ഓളം കുടുംബങ്ങളെ ഇന്നലെ രാത്രി തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കണ്ണാടിക്കൽ മാത്രമല്ല, പറമ്പിൽ ബസാറ്, പെരുവയൽ തുടങ്ങി ഈ മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഇന്നലെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കക്കയം ഡാം തുറന്നു വിട്ടിരുന്നു. അതേ തുടർന്ന് കുറ്റ്യാടിപ്പുഴയിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം ചാലിയാറും പൂനൂർ പുഴയും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം. എന്തായാലും ഒരു പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഈ സമീപപ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മാറിയത്. എന്തായാലും കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ മഴയുടെ ഒരു രൂക്ഷത, അവരുടെയൊക്കെ വീടുകൾ ഈ ഭാഗത്തുള്ളവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? എങ്ങനെയുണ്ട്? എപ്പോൾ മുതലാണ് ഇത്ര അധികം ആയിട്ട് ഇങ്ങനെ കയറി തുടങ്ങിയത് വെള്ളം? ഇപ്പം ഇന്നലെ രാത്രിനാലും ഇങ്ങോട്ടാണ് കൂടുതലായത്. സാധാരണഗതിയിൽ വെള്ളം കയറുന്നതാണ്, പക്ഷെ അതിനേക്കാൾ വേഗം കയറുന്നുണ്ട്. വേഗം കയറുന്നുണ്ട്.
2018 വലിയ പ്രളയം അത്ര ആയില്ല അല്ല, അന്ന് വലിയ പ്രളയം ഉണ്ടായ സ്ഥലമാണ് അല്ലേ? അന്ന് 3-4 ആള് മരിച്ചൊക്കെയാണ്. ആണല്ലേ? ഇതിപ്പോ ആളുകളൊക്കെ ഇന്നലെ തന്നെ മാറ്റിയെന്ന് തോന്നുന്നല്ലേ? മതി. ഇപ്പൊ ഫയർഫോഴ്സ് അങ്ങോട്ട് പോയിക്കുന്നത്. ഇനി ആരോ ഉണ്ടെന്ന് കുടിയും കിടക്കുന്നുണ്ട്. എവിടെ വീട് പിന്നിലാ? അവിടെ നന്നായി വെള്ളം കയറി. മൂന്നാം വരെ പൊങ്ങി. സാധനമൊക്കെ മാറ്റാൻ പറ്റിയായിരുന്നോ? ഇല്ല, ഒരു സാധനമൊക്കെ അവിടെ തന്നെ വീട്ടിനുള്ളിൽ തന്നെയാ. രാത്രി അതിനെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അല്ല, എന്താ മഴ ഉള്ളപ്പോ ഒരു വരുന്നൊരു കണക്കൂട്ടം ഉണ്ടായിരുന്നില്ല? അതോ ഇല്ല, പെട്ടെന്നുള്ളൊരു ഇതായിരുന്നല്ലോ. അപ്പം നമ്മള് പ്രതീക്ഷിച്ചില്ലേ. വയസ്സായ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ ഇറങ്ങി പോകുന്നത് നല്ലത്. പെട്ടെന്ന് ജീവനും കൊണ്ട് പോകുന്നു. ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ അതാണ് വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ ഒരു വെള്ളത്തിൽ ഒരു മാറ്റം വന്നത്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്ര വേഗത്തിൽ മഴ വരികയും അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഈ വീടുകളൊക്കെ ഇത്ര പെട്ടെന്ന് വെള്ളത്തിലാവുകയും ചെയ്യുമെന്ന് പലരും കരുതിയില്ല. അതുകൊണ്ട് ഈ വിലപിടിച്ച സാധന സാമഗ്രികളും വീട്ടുപകരണങ്ങളും മറ്റുമൊന്നും അവിടുന്ന് മാറ്റാനുള്ള ഒരു സാവകാശം അവർക്ക് ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങോട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയിട്ടുണ്ട്. ആ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മാറ്റാനായി. ചേട്ടാ, എവിടെ വീട്? ഏത് ഭാഗത്തായിട്ടാ? വെള്ളമാണോ മൊത്തം? ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോ കൂടുന്ന സമയത്ത് ഫുള്ളാവും. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ എത്തിയിട്ടില്ല നിലവില്. കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങുകയാണെങ്കിൽ ഒരു 2 ഫൂട്ട് കൂടി പൊങ്ങിയാൽ എത്തും. അപ്പം വീട്ടുകാരിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്? വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് ഈ ഒരു കയറ്റം വളരെ വേഗത്തിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അദ്ദേഹം പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ട ആളുടെ വീടിന്റെ മോന്തായം, അതായത് മുകൾ ഭാഗം വരെ വെള്ളത്തിൽ ആയി എന്നാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ ഏതാണ്ട് ഈ റോഡിനോട് ചേർന്ന ഇടങ്ങളൊക്കെയാണ്. അവിടെ വെള്ളം കയറി കിടക്കുകയാണ്. ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആളുകളെ കൊണ്ടുവരാനായി പോയിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി 30-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ താമരശ്ശേരി ഭാഗത്തും ഒപ്പം ഈ വിലങ്ങാട് പോലുള്ള വടകര മേഖലകളിലുമൊക്കെയാണ് ക്യാമ്പുകൾ തുറന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, നഗരത്തിനോട് ചേർന്ന ഇടങ്ങളിൽ ആണ് കൂടുതൽ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. കാരണം ഈ മലയോര മേഖലകളിൽ നിന്നും പലയിടങ്ങളിലായി ഒഴുകിയെത്തുന്ന വെള്ളം പലപ്പോഴും ഈ നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അതോടുകൂടി ആ മേഖലകളിൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പുതിയ നിർമ്മിതികളും മറ്റും മതിലുകളും വേലികളും ഒക്കെ ഉള്ളതിനാൽ ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വെള്ളക്കെട്ടും ഒഴുകിയെത്തുന്ന വെള്ളവും കൂടി ചേരുമ്പോൾ ജനജീവിതം അങ്ങേറ്റം ദുസ്സഹമാവുന്ന ഒരു സാഹചര്യം. നഗരത്തിലാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്നും ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫയർഫോഴ്സ് സംഘം ബോട്ടിൽ പോയിട്ടുണ്ട്. സമീപത്തുള്ള ഒരു അംഗൻവാടിയുടെ ആണ് അയാൾ എന്ന വിവരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഇന്നലെയൊക്കെ വാഹനങ്ങളിലൂടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോയ ഇടങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ബോട്ടിന്റെ സഹായത്തോടുകൂടി മാത്രമേ ഉൾമേഖലകളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. വീടുകളിലൊക്കെ വെള്ളം കയറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. മിക്ക വീടുകളും ഏതാണ്ട് അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇവിടുത്തെ ആളുകളെ ഇന്നലെ രാത്രി തന്നെ ഉദ്യോഗസ്ഥർ എത്തി മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് വീടുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അവരുടെ അടഞ്ഞു കിടക്കുന്ന വീടുകളിലും മറ്റും നോക്കാനൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിരിക്കുന്ന ആളുകളൊക്കെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. എല്ലാ വീടുകളിലും വിജനമാണ്. പൂർണ്ണമായും ആളുകളെ ഇന്നലെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട ആ ചേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മഹാപ്രളയകാലത്ത് 2018 പ്രളയകാലത്ത് 5 പേർക്ക് ജീവൻ നഷ്ടമായ ഒരിടമാണ് ഈ കണ്ണാടിക്കൽ ഭാഗം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ജാഗ്രത അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. മുന്നറിയിപ്പുകളൊക്കെ ലഭിച്ചപ്പോൾ തന്നെ, മഴ സജീവമായപ്പോൾ തന്നെ, വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ ആളുകളെ മാറ്റിയിരുന്നു. അതുകൊണ്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നൊരു കരുതലാണ്. നമ്മൾ ഈ കാണുന്ന വീടുകളൊക്കെ ഏതാണ്ട് ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങൾ ആണ്. ശരി, അനീഷാണ്
ശരി, അനീഷാണ് കോഴിക്കോട് ജില്ലയിലെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. നമ്മൾ കണ്ടതുപോലെ ഇന്നലെ രാത്രിയോടെയൊക്കെ ഭയങ്കരമായി വെള്ളം കയറുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം മുട്ടോളം വെള്ളം നിൽക്കുകയാണ് അവിടെ. ആളുകളെല്ലാം കടത്തിണ്ണയിലൊക്കെ കയറിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണാനിടയായി. 2018 വെള്ളപ്പൊക്കത്തിന് അത്രയും ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും സ്റ്റിൽ ആളുകൾക്കൊക്കെ ചെറിയൊരു പേടിയുണ്ടെന്ന് തന്നെയാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും സജിത്താണ് നമ്മളോടൊപ്പം ചേരുന്നത്. സജിത്ത്, എന്താണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം? എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്? ഈ അലർട്ടിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? രക്ഷാപ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തി നിൽക്കുന്നു? ജനങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ? എന്താ സംസ്ഥാനത്തിന്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ക്ലേശകരമായ സാഹചര്യം രൂപപ്പെടുന്നത് പത്തനംതിട്ടയിലും അപ്പർ കുട്ടനാടൻ മേഖലയിലുമാണ്. അതിലേറ്റവും ശ്രദ്ധേയം ആറന്മുള, ഒപ്പം തന്നെ ചെങ്ങന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്. കാരണം മലയോര മേഖലയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോവാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതേസമയം പാല അല്ലെങ്കിൽ റാന്നി പോലെ നേരത്തെ വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട ഇടങ്ങളിൽ ജലനിരപ്പ് ഇന്നലത്തെ അപേക്ഷിച്ച് കൂടുന്നുണ്ട് എന്ന സാഹചര്യമുണ്ട്. ആദ്യ ദിവസത്തിലുണ്ടായ വലിയ വെള്ളക്കെട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടിയും അവിടെ കടുത്ത മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കൂടുന്നുണ്ട് എന്നതാണ്. അതായത് പമ്പയാറിലും മീനച്ചാറിലും ജലനിരപ്പിൽ വർധനമുണ്ടാവുന്നു എന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ക്ലേശഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഇപ്പോൾ ആറന്മുള, ഒപ്പം തന്നെ ചെങ്ങന്നൂർ മേഖലകളിലേക്ക് എന്നതാണ് സാഹചര്യം വരുന്നത്. കാരണം ഏറ്റവും വലിയ വെള്ളക്കെട്ട് ആ മേഖല അനുഭവപ്പെടുന്നു. നിരവധി വീടുകളിലേക്ക് വീണ്ടും ജലനിരപ്പ് ഉയരുന്നു എന്നാണ് സാഹചര്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മൂഴിയാർ ഡാം ഉടൻ തുറക്കുമെന്ന അറിയിപ്പ് പുറത്തു വരുന്നു. ഷട്ടറുകൾ തുറന്നേക്കും. അങ്ങനെയെങ്കിൽ ഇനിയും പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയരും. അങ്ങനെയെങ്കിൽ ചെങ്ങന്നൂരും റാന്നിയിലും അടക്കം ആറന്മുളയിലും അടക്കം ആശങ്ക ഇനിയും ഉണ്ടാകുമെന്ന സാഹചര്യമാണ്. റെഡ് അലേർട്ടിൻ്റെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെ തന്നെ ഈ ഡാമിലെ റെഡ് അലർട്ടിൻ്റെ സാഹചര്യത്തിൽ ആ ഡാമുകൾ ഉടൻ തുറക്കുമെന്ന അറിയിപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മൂഴിയാറിൻ്റെ ജലനിരപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ മൂഴിയാറിലെ ജലനിരപ്പ് അതിൻ്റെ റെഡ് അലേർട്ട് പിന്നിടുകയാണ്. അതായത് ഏതു സമയവും ഡാം തുറക്കുമെന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കല്ലാർകുട്ടി അടക്കമുള്ള ഇടുക്കി ജില്ലയിലെ മറ്റ് ഡാമുകളിലെയൊക്കെ ചെറിയ ഡാമുകളിലെയൊക്കെ ഷട്ടറുകൾ തുറന്ന സാഹചര്യമുണ്ട്. പക്ഷേ മൂഴിയാർ ഡാം കൂടി തുറന്നാൽ വലിയ രീതിയിലുള്ള സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പമ്പയിലെ ജലനിരപ്പാണ് ഈ മേഖലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെങ്കിലും ഡാം തുറന്ന് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ മൂഴിയാറിൻ്റെ ഷട്ടറുകൾ ഉടൻ തുറക്കുമെന്ന അറിയിപ്പുകൾ വരുന്നതോടുകൂടി അപ്പർ കുട്ടനാടൻ മേഖലകളിൽ, പ്രത്യേകിച്ച് റാന്നി, ആറന്മുള, ചെങ്ങന്നൂർ മേഖലകളിൽ അതീവ ജാഗ്രത വേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുന്നത് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്വാഭാവികമാണ്, നമുക്ക് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ ഒറ്റപ്പെട്ടവരെയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്ന, ആ മേഖലയിൽ നിന്ന് മാറ്റുന്ന ദൗത്യം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുകയാണ്. അതിപ്പോഴും തുടരുകയാണ്. പക്ഷേ കുറയുമെന്ന് പ്രതീക്ഷിച്ച മഴ വീണ്ടും ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ പമ്പയാറിൻ്റെ വൃഷ്ടിപ്രദേശത്ത്, പമ്പയാറിൻ്റെ പമ്പ റിവർ ബേസിനിൽ അനുഭവപ്പെടുന്ന ശക്തമായ മഴ അത് സ്വാഭാവികമായും ജലനിരപ്പ് വീണ്ടും ഉയർത്തുമെന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. പല മേഖലകളിലും വെള്ളം കയറുന്നു. ആളുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതായത് ആദ്യ ഘട്ടത്തിൽ റാന്നിയിലും പാലായിലും ഒക്കെ വെള്ളം പൊങ്ങിയപ്പോൾ വെള്ളം ആശങ്ക ഉണ്ടാവില്ല എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വിലയിരുത്തിയ മേഖലകളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വെള്ളം കയറുന്നു എന്ന അവസ്ഥ കൂടി രൂപപ്പെടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം റാന്നി, ആറന്മുള, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളാണ്. അപ്പോൾ കുട്ടനാട്ടിലേക്ക് കൂടി ഇതിൻ്റെ വ്യാപ്തി, വെള്ളക്കെട്ടിൻ്റെ വ്യാപ്തി കടന്നു എന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ സമാനമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രൂപപ്പെടുന്ന ഒരു പ്രതിസന്ധി ഇങ്ങനെയാണ്. മലയോര മേഖലകളിൽ നിന്നുള്ള മലവെള്ളം അല്ലെങ്കിൽ മലയോര മേഖലയിൽ നിന്നുള്ള അതിശക്തമായ വെള്ളമൊഴുക്കിന് പുറമേ തന്നെ ഒഴുകിയെത്തുന്ന വെള്ളം പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് കടലിലേക്കും കായലിലേക്കും ഒഴുകി പോകുന്നില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടിയാണ് ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാക്കുന്നത്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ആ മേഖലകളിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് വെള്ളം, ജലനിരപ്പ് ഉയർന്നേക്കും എന്ന സാഹചര്യം കൂടിയുണ്ട്.
നിലയുണ്ട്. പലയിടങ്ങളിലും റോഡുകൾ പൂർണ്ണമായും ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു. വീടുകളിലേക്ക് വെള്ളം കയറി 2 നിലയുള്ള വീടുകളിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് ആളുകൾ താമസം മാറ്റുന്നു. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 2018 ഉണ്ടായ പ്രളയ സമാനമായ ചില സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെടുകയാണോ എന്ന ആശങ്ക പോലും ആളുകൾക്കുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ ഇടപെടൽ വേണ്ടിവരുന്ന, കൂടുതൽ ജാഗ്രതപ്പെടേണ്ട സാഹചര്യമായി കൂടി അപ്പർ കുട്ടനാടൻ മേഖലകളിലെ സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ്. ആറന്മുള ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയായി മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടുത്തെ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പുകളിലെ പ്രവർത്തനം സംബന്ധിച്ച ആശങ്കകളൊക്കെ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. ചില അവിടെ ക്യാമ്പുകൾ ഒരുക്കി അവിടെ സൗകര്യമൊരുക്കിയതിലും മറ്റും ചില പിഴവുകളൊക്കെ നേരത്തെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആളുകളേക്ക് ഇങ്ങനെ ഉയർത്തി മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന പലയിടങ്ങളിൽ നിന്നും ആളുകളെ എടുത്തു കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതും അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ ചെങ്ങന്നൂർ, ആറന്മുള പോലെയുള്ള മേഖലകളിൽ, അപ്പർ കുട്ടനാട് മേഖലകളിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നു എന്നതാണ്. പമ്പയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച് റെഡ് അലേർട്ട് പോലെയുള്ള വലിയ മുന്നറിയിപ്പുകളൊന്നും ഇതുവരെയും നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും പല മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെടുന്നു എന്നതാണ് സാഹചര്യം. സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡാമുകളുടെ ജലനിരപ്പുകൾ കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും ഡാമുകളുടെ ഇന്നലെ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഡാമുകളുടെയും ജലനിരപ്പ് മോശം സാഹചര്യത്തിലായിരുന്നു. വലിയ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നെങ്കിൽ ഇന്ന് ഡാമുകളുടെ ജലനിരപ്പിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. സംഭരണശേഷി കൂടുതൽ കവർ ചെയ്യപ്പെടുന്നു, വെള്ളത്തിൻ്റെ അളവ് എന്ന സാഹചര്യത്തിൽ കൂടി വരുന്നു എന്നതാണ് സാഹചര്യം. റാന്നി MLA പഴകുളം മധു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോഴും റാന്നിയിൽ വെള്ളം ഇറങ്ങി എന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ശക്തമായ മഴ വീണ്ടുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ആശങ്കപ്പെടണോ? ഈ മലയോര വൃഷ്ടി പ്രദേശത്ത് ഇന്നലെ രാത്രി തോരാതെ മഴ പെയ്തതിന്റെ ആഘാതം റാന്നിയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. റാന്നിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്നതിന്റെ സൂചന ലഭിച്ചു തുടങ്ങി. ബംഗ്ലാങ്കടവ്, കിടങ്ങൂർ മൊഴി പാലം, അതുപോലെ അരമനപ്പടി തുടങ്ങി വടശ്ശേരിക്കര പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലെ അത്ര വലിയ ആഘാതം, അത്ര വലിയ ഇന്റൻസിറ്റിയിലല്ല വെള്ളം വരുന്നത് എന്നൊരു ആശ്വാസം മാത്രമാണുള്ളത്. പക്ഷെ വെള്ളം വരാനും ഈ റാന്നി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാനുമുള്ള ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആരും ഭയപ്പെടേണ്ടതായിട്ടില്ല. റൂമറുകളിൽ ആരും വിശ്വസിക്കരുത്. മൂഴിയാർ ഡാം ഏറ്റവും ചെറിയ ഡാമാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തുറക്കാൻ സ്റ്റാൻഡിംഗ് ഓർഡറുള്ള ഡാമാണ് മൂഴിയാർ. അവിടെ അതിന്റെ കപ്പാസിറ്റി 192 അടിയാണ്. 190 ആയി കഴിഞ്ഞു. 192 ആയാൽ ആ ഡാം തുറക്കും. അപ്പൊ കുറച്ചുകൂടി വെള്ളം ഇങ്ങോട്ട് വരും. അങ്ങനെ ആയാൽ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലായിടത്തും ജനങ്ങൾക്ക് മതിയായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തുകളും വില്ലേജ് ഓഫീസർമാരും എല്ലാം ജാഗരൂകരാണ്. ഇന്നലെ രാത്രിയിൽ ഞാനും ജില്ലാ കളക്ടറും താലൂക്ക് ഓഫീസറുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി മുഴുവൻ സമയം ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. എല്ലാവരും സർവം സജ്ജീകരിച്ചുകൊണ്ട് കൊല്ലത്ത് നിന്ന് യാനങ്ങൾ റാന്നിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ആരും റൂമറുകൾ വിശ്വസിക്കേണ്ട. ഡാം പൊട്ടുന്നു, അതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു തുടങ്ങിയുള്ള വലിയ റൂമറുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായിട്ട് അത്തരം റൂമറുകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണം. നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പിന്മാറണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, അത് തീർച്ചയായിട്ടും ഞങ്ങളും പ്രേക്ഷകരുമായി വിവരം പങ്കുവയ്ക്കുകയാണ്. MLA, ഒരു കാര്യം കൂടി, ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, ഈ വീടുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇരിക്കുന്ന വീടുകളിൽ ഒറ്റപ്പെട്ട ആളുകളെയൊക്കെ പൂർണ്ണമായും തന്നെ അവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞോ? ഇപ്പോൾ അത്തരം ആശങ്കയൊന്നും വേണ്ട അവിടെ, അല്ലേ? നമ്മൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിക്കഴിഞ്ഞോ? അതൊക്കെ ആ പ്രവർത്തനമൊക്കെ നേരത്തെ നടത്തി കഴിഞ്ഞാണോ നമ്മൾ? അവർ അത്തരം പ്രദേശങ്ങളിലെ ആൾക്കാരെ മുഴുവൻ നമ്മൾ രക്ഷിച്ചുകൊണ്ട് ക്യാമ്പുകളിലാക്കിയിരുന്നു, അവരുടെ ബന്ധുവീടുകളാക്കിയിരുന്നു. ആ പ്രദേശത്ത് അങ്ങനെ കഴിയുന്ന ആൾക്കാർ ഇന്നലെ രാവിലെ ഒരു ആശ്വാസം വന്നപ്പോൾ അവരുടെ വീട് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് വീടുകൾ തിരിച്ചു പോയിരുന്നു. ആ ആൾക്കാരുടെ മുഴുവൻ ക്യാമ്പുകളിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് കുറച്ചാൾക്കാർ വന്നിട്ടുണ്ട്. ഇനിയും കുറേയേറെ ആൾക്കാർ ക്യാമ്പുകളിലേക്ക് വരാനുണ്ട്. അവരും ആ ക്യാമ്പുകളിലേക്ക് വരണം. ക്യാമ്പുകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. ക്യാമ്പുകൾ അതേ രീതിയിലുണ്ട്. അവിടെ അവർ വന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്യാമ്പുകളിൽ ഉറപ്പാണ്, റെഡിയാണ്. ആ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഒരു മഴ വന്നിട്ട് ക്യാമ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ വീട് മുങ്ങിയിട്ട് പോകാം എന്നാരും കരുതരുത്. അത് ഒരുപക്ഷെ വെള്ളം വന്നില്ലെങ്കിലും, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലെങ്കിലും, അത് ആൾക്കാര് ഈ നിർദ്ദേശം അനുസരിച്ച് ക്യാമ്പുകളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാക്കണമെന്നാണ്
ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, വളരെ നന്ദി. പഴകുളം മധു MLA, റാന്നി MLA ആണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഈ സമയത്ത് വ്യാജ വാർത്തകളിൽ ആരും വിശ്വസിക്കരുത്. സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. ഡാമുകൾ, മൂഴിയാർ ഡാമിനെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം ഇതാണ്. മൂഴിയാർ ഡാം താരതമ്യേന ചെറിയ ഡാമാണ്. അവിടെ ഡാം തുറന്നാലും പമ്പയിൽ നേരിയ ജലനിരപ്പിൽ മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാവില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. ആറന്മുളയുടെ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം മറ്റു മേഖലകളിലേക്ക്, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിലേക്കും പ്രതിസന്ധി വ്യാപിക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ആരും ഭയപ്പെടരുത്, സുരക്ഷിതമായി ഇരിക്കുക, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി വരുന്നുണ്ട്, അത് പാലിക്കുക. നമുക്കറിയാം, പല ഇടങ്ങളിലും ഒറ്റപ്പെട്ടു പോയവർക്ക് വൈദ്യുതിയും മറ്റും ദിവസങ്ങളായില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വാർത്തകളൊക്കെ എത്തുന്നതിന് തടസ്സങ്ങളുണ്ടാവും. അവിടെ പ്രാദേശികമായ മറ്റ് സംവിധാനങ്ങളുണ്ട്. മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്ത് വെക്കാൻ കൂടുതൽ കരുതൽ നടത്തുക. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്ന ഇടങ്ങളിൽ പോലും ഒരുപക്ഷെ നാളെ വലിയ വെള്ളം ഉണ്ടായാൽ പോലും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം കൃത്യമായി പാലിക്കുക. മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 2018 പ്രളയ അനുഭവം, ആ ജാഗ്രതയിൽ നമ്മൾ ഇതിനെ മറികടക്കും. എല്ലാവരും ജാഗരൂകമായിരിക്കുക എന്നതാണ് നൽകാൻ കഴിയുന്ന മുന്നറിയിപ്പ്. സർ, ഇതാണ് സാഹചര്യം. സംസ്ഥാനത്തിൻ്റെ പൊതു ചിത്രം ഇതാണ്. നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന മേഖല ആറന്മുള അടക്കമുള്ള, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകൾ തന്നെയാണ്. ശരി, സജിത്താണ് കേരളത്തിലെ സമഗ്രമായ സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ചേർന്നത്. ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലേക്കൊന്ന് പോവാം. ഇടുക്കിയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളുമായി ചേരുന്ന പ്രിൻസ് ആണ്. പ്രിൻസ്, ഇടുക്കി ജില്ലയിൽ മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇടുക്കി ജില്ല നമുക്കറിയാം, ഇങ്ങനെ ഡാമുകൾ തുറക്കുന്നതൊക്കെ നമ്മൾ എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്ന ഒന്നാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ സാഹചര്യങ്ങൾ എത്രത്തോളമാണ്? നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവിടെ? തീർച്ചയായും കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ മഴയാണ് ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ പെയ്തത്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, രാമക്കൽമേട്, നെടുങ്കണ്ടം, അടിമാലി, ഒപ്പം തങ്കമണി, ചേർച്ചൂട്, വണ്ണപ്പുറം പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചു. തൊടുപുഴ മേഖലകളിലുമൊക്കെ ശക്തമായ മഴ ലഭിച്ചു. എന്നാൽ പുലർച്ചയോടെ ഏകദേശം 5 മണിക്ക് ശേഷമൊക്കെ മഴ ശക്തി കുറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ കഴിഞ്ഞ രാത്രിയിലെ അതിശക്തമായ മഴയിൽ തങ്കമണി പാറക്കടവിന് സമീപം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. രാമക്കൽമേടിൽ വീടുകളിന് സമീപത്തേക്ക് വെള്ളം കയറിയ അവസ്ഥയുണ്ടായി. പാറക്കടവിൽ ഈ വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായതോടെ നാട്ടുകാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും ഇന്നലെ കഴിഞ്ഞ രാത്രിയിലെ മഴയിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം കട്ടപ്പന ചെറുതോണി പാതയിൽ കാൽപരിമണ്ണിന് സമീപവും വണ്ണപ്പുറം ചേരച്ചൂട് പാതയിൽ കീരിത്തോട് സമീപവും മണ്ണിടിഞ്ഞ് വീണ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഇന്നലെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് നിന്നും മണ്ണും മരങ്ങളും ഒക്കെ നീക്കം ചെയ്ത് ഗതാഗതം ഭാഗികമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ദേശീയപാതയിൽ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി നേര്യമംഗലം മേഖലയിൽ ഇന്നലെ കഴിഞ്ഞ രാത്രി ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിലാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ജാഗ്രത ജില്ലയിൽ കഴിഞ്ഞ രാത്രി, കഴിഞ്ഞ ദിവസവും ഒക്കെ പുലർത്തിയിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ മുൻ ദിവസങ്ങളിലൊക്കെ കട്ടപ്പന പാതയിലും വാഗമൺ കുട്ടിക്കോയി പാതയിലുമൊക്കെ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗത തടസ്സം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിശക്തമായ ഒരു നിരീക്ഷണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ ലഭിച്ചത്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി മേഖലകളിലായ പ്രധാന പാതകളായ നെടുങ്കണ്ടം, കമ്പം, കുമളി, കമ്പം പാതയിലൊക്കെ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിൽ ഈ സമാനമായ കൂടുതൽ മഴ കൂടി ഈ പ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും രാമക്കൽമേടും പോലെയുള്ള മേഖലകളിൽ ഇന്നലെ രാത്രിയിൽ അതിശക്തമായി മഴ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നും നിലവിൽ ഇടുക്കിയിലില്ല എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. എങ്കിലും ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരുകയാണ്. രാത്രികാല യാത്രകൾക്കൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പം രാത്രികാല യാത്ര പരമാവധി ഒഴിവാക്കണമെന്നൊക്കെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഡാമുകളുടെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാർ, കല്ലാർ ഡാമുകളിൽ നിന്ന് കല്ലാർ ഡാമുകൾ റെഡ് അലർട്ടിലാണ്. കല്ലാർ ഡാം കഴിഞ്ഞ ദിവസം തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡാമുകൾ ഇപ്പോഴും റെഡ് അലർട്ടിൽ നിലനിൽക്കുകയാണ്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 50 സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതായത് 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. എന്നാൽ ഈ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. 150 സെന്റിമീറ്റർ വരെ ഉയർത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും
പ്രത്യേകിച്ചും തൊടുപുഴ മൂവാറ്റുപുഴ ആറുകൾ റെഡ് അലേർട്ട് നിലയിലേക്ക് എത്തിയിരുന്നതിനാൽ കഴിഞ്ഞ രാത്രിയിൽ ഇത്തരത്തിൽ ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ കൂടുതൽ വെള്ളം, അതായത് 150 സെന്റിമീറ്റർ വീതം ഉയർത്തി കൂടുതൽ വെള്ളം തൊടുപുഴ ആറിലേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് ഡാമുകളിലും കല്ലാർകുട്ടി ഡാമുകളിലും പാമ്പള ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. ഇരട്ടയാർ ഡാമുകളും പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുന്നു. ഒപ്പം മറ്റു ചെറുകിട ഡാമുകളായ പൊന്മുടി, ആനയിറങ്കൽ തുടങ്ങിയ ഡാമുകളിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെ ആയ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനകമല്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സമയത്തുള്ളതിനേക്കാൾ കുറവ് വെള്ളം മാത്രമാണ് നിലവിൽ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളിലെ നിലവിൽ ജലനിരപ്പ് ആശങ്കാജനകമല്ല. എങ്കിലും ഈ അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് ശക്തമായി വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും വൈദ്യുതി പ്രതിസന്ധിയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, മഴ ലഭിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ശമനമിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രകൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇതാ യൂട്യൂബിൽ മുസ്തഫ എഴുമൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് കമന്റ് ചെയ്തിരിക്കുകയാണ്. ജനങ്ങളെ എത്രയും പെട്ടെന്ന് ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം. അപകടം വന്നതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുവരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നല്ല രീതിക്ക് നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലേക്ക് നമുക്കിപ്പോൾ പോവാം. വയനാട് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. മലയോര പാതകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ ഇപ്പം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജയരാജ് ബത്തേരിയാണ് നമ്മളുമായി വയനാട് നിന്നുള്ള വാർത്തകളുമായി തുടരുന്നത്. ജയരാജ്, എന്തൊക്കെയാണ് വയനാട് നിന്നുള്ള വിശദാംശങ്ങൾ? വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചെങ്കിലും ഇന്നലെ മഴയുടെ ശക്തിയിൽ കാര്യമായ കുറവുണ്ടായി എന്നുള്ളതാണ് നമുക്കൊരു ആശ്വാസം. എങ്കിലും മുൻ ദിവസങ്ങളിലെ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരവസ്ഥയാണുള്ളത്. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. എന്തായാലും മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്ന് വൈത്തിരി, അതുപോലെ തന്നെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായി 28ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് 414 കുടുംബങ്ങളിലെ 1328 പേരെ ഇതിനകം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വൈത്തിരിയിൽ 15ഉം അതുപോലെ തന്നെ മാനന്തവാടിയിൽ 10ഉം സുൽത്താൻ ബത്തേരിയിൽ 3 ക്യാമ്പുകളുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്ന ലക്കിടി, അതുപോലെ തന്നെ മേപ്പാടി, വൈത്തിരി മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ അല്ലെങ്കിൽ മഴയുടെ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിലും മലയോര പാതകളിലും അതുപോലെ തന്നെ പാൽ ചുരത്തിലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരമുള്ള വാഹനങ്ങൾക്കും അതുപോലെ വിനോദസഞ്ചാരികൾക്കും ഒക്കെ കർശന നിയന്ത്രണം തന്നെയാണുള്ളത്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാലവർഷത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ ഒരു അവലോകന യോഗം MLA നേതൃത്വത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപകട ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതകളും അതുപോലെ തന്നെ വിള്ളലുകളും പരിശോധിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ശുപാർശ ചെയ്യാനാണ് യോഗം തീരുമാനിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരാൻ മടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നമുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരണമെന്നാണ് ജില്ലാ ഭരണകൂടവും അഭ്യർത്ഥിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന എല്ലാവർക്കും യഥാസമയം ഭക്ഷണം, അതുപോലെ തന്നെ കുടിവെള്ളം, ആരോഗ്യ പരിരക്ഷ, ശുചിത്വം ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ച് മഴയുടെ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആകാശം ഇരുണ്ടു മൂടി തന്നെയാണ് കിടക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.
ശരി, ജയരാജാണ് നമുക്കിപ്പോൾ വയനാട് നിന്നും വാർത്തകൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ മഴ വരാനും വരാതിരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് മറ്റൊരു കമന്റിലേക്ക് പോകാം. ക്രിസ്റ്റോ വർഗീസ് ചോദിക്കുന്നു, ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണോ എന്ന്. അതെ, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെ ബാക്കി എല്ലാ 12 ജില്ലകളിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധനുജ പറയുന്നു ട്രിവാൻഡ്രം ഹെവി റെയിൻ ആണ്. അതെ, ഞാനും ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ സ്റ്റുഡിയോക്കുള്ളിലായതുകൊണ്ട് പുറത്തെന്താണ് സാഹചര്യം എന്നറിയില്ല. എന്താണെന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഇനി നമുക്ക് എറണാകുളം ജില്ലയിലേക്കൊന്ന് പോവാം. എറണാകുളത്ത് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ജില്ലയിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ താലൂക്കിൽ 4-ഉം കോതമംഗലം താലൂക്കിൽ 2-ഉം കുന്നത്തുനാട് താലൂക്കിൽ 1 വീതം ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായിട്ട് 102 ആളുകളെയാണ് ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്തു നിന്നുള്ള വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഡാനി പോളാണ്. ഡാനി, എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷേ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. 34 കുടുംബങ്ങളിൽ നിന്ന് 100-ൽ കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് എറണാകുളത്തെ സ്ഥിതിഗതികൾ? മഴയ്ക്ക് എറണാകുളം ജില്ലയിൽ ഒരു ശമനമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മഴ ലഭിച്ചു. ഇന്നലെ കുറച്ച് മഴ ലഭ്യത കുറവായിരുന്നു, മഴയുടെ അളവ് കുറഞ്ഞിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി പൂർവാധികം ശക്തിയായിട്ട്, പകൽ കുറച്ച് ആശ്വാസമുണ്ടായിരുന്നതിനേക്കാളും പൂർവാധികം ശക്തിയായിട്ട് മഴ തിരിച്ചെത്തുന്നു. പിന്നീട് മുന്നറിയിപ്പ് നിലകളിലെല്ലാം തന്നെ മാറ്റമുണ്ടാകുന്നു. അതിശക്തമായ മഴയ്ക്ക് സാഹചര്യമുണ്ടെന്ന അറിയിപ്പ് വരുന്നു. ഇതേ തുടർന്ന് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുലർച്ചയോടുകൂടി, രാവിലെയോടുകൂടി മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. അതിശക്തമായ ഒരു മഴ ജില്ലയിൽ അങ്ങനെ കാര്യമായി ലഭിക്കുന്നില്ല. ഉണ്ടെങ്കിൽ മഴ കൂടുതലായി ലഭിക്കുന്നത് കിഴക്കൻ മേഖലകളിലാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ നീരൊഴുക്ക് എല്ലാം തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴയാർ, തൊടുപുഴയാർ ഇവിടങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് അപകട നിലയേക്കാൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. മൂവാറ്റുപുഴ താലൂക്ക്, കോതമംഗലം, അതോടൊപ്പം തന്നെ കുന്നത്തുനാട് എന്നിവ കേന്ദ്രീകരിച്ചാണ് 7 താലൂക്കുകൾ പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 100-ലധികം പേർ ഇവിടെയുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമാണ് എന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് തീരമേഖലകളിലെ സ്ഥിതി എന്ന് പറയുന്നത്. തീരമേഖലകളിൽ മഴയും അതോടൊപ്പം തന്നെ ഈ കടൽക്ഷോഭവും എല്ലാം അനുഭവപ്പെടുന്ന വലിയ രീതിയിൽ വിഷയങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ വേലിയേറ്റ സമയമായിരിക്കും അവർക്ക് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് കരുതലോടെ, ജാഗ്രതയോടെ നിൽക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വന്നാൽ അടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ താലൂക്ക് ഓഫീസർമാർ അത് കണ്ടെത്തുകയും അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ അതിന് സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ ഈ പെരിയാറിലേക്കുള്ള നീരൊഴുക്ക്, ഇത് കിഴക്കൻ മേഖലകളിൽ മഴ പെയ്ത്ത് കൂടുമ്പോൾ സ്വാഭാവികമായും അത് വന്നെത്തുക പെരിയാറും അതിൻ്റെ കൈവഴികളിലേക്കും എല്ലാമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലുവ പുഴയുടെ പരിസരവും പെരിയാറിൻ്റെ പരിസരവും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കുറേയെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്ര കണ്ട് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജില്ല ഇതുവരെ മാറിയിട്ടില്ല. ജലനിരപ്പ് പെരിയാറിൻ്റെ എല്ലാം തന്നെ അപകട നിലയേക്കാൾ വളരെ താഴെയാണ് നിലവിലുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം വരുന്നത്. ഒപ്പം നഗരത്തിലേക്ക് വരികയാണെങ്കിൽ നഗരത്തിൽ അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതി നിലവിലില്ല. ഇത്രയും മഴപ്പെത്തുണ്ടായിട്ടും ഒരിടത്തും വെള്ളം കയറുന്ന അല്ലെങ്കിൽ റോഡിൽ ഗതാഗതം മുടങ്ങുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഒറ്റ മഴയിൽ KSRTC ബസ് സ്റ്റാൻഡ് പരിസരം എല്ലാം തന്നെ വെള്ളക്കെട്ടിന് പിടിയിലാവേണ്ടതാണ്. ആ സാഹചര്യത്തിലേക്കൊന്നും വന്നിട്ടില്ല. എന്തായാലും മഴയുടെ സാഹചര്യങ്ങൾ ജില്ലയിലുണ്ട്. കനത്ത മഴയില്ല. പുലർച്ചെയായപ്പോൾ ആ മഴയ്ക്ക് ഒരു താൽക്കാലികമായ ശമനം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ശരി, എറണാകുളം ജില്ലയിൽ നിന്നും ഡാനാണ് നമ്മളോടൊപ്പം ചേർന്നത്. കോഴിക്കോട് നിന്നും ഏറെ കൗതുകം തോന്നിയൊരു വാർത്തയിലേക്ക് നമുക്കിനി പോവാം.
കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയും പ്രളയ സമാനമായ സാഹചര്യമൊക്കെ തുടരുമ്പോഴും തടസ്സങ്ങളെല്ലാം നീക്കി വിവാഹവേദിയിലെത്തിയിട്ടുണ്ട് ഒരു നവദമ്പതികൾ. പ്രതികൂല കാലാവസ്ഥ കാരണം കല്യാണവേദി മാറ്റേണ്ടി വരികയും റോഡുകളിൽ വെള്ളക്കെട്ട് കാരണം വാഹന ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തതോടെയാണ് ബോട്ടിലും വാഹനങ്ങളിലുമായി മണവാളനും മണവാട്ടിയും ബന്ധുക്കളും ഒക്കെ പുതിയ കല്യാണ വീട്ടിലേക്ക് എത്തിയത്. കോഴിക്കോട് സ്വദേശി അൽത്താഫിന്റെ വിവാഹ ചടങ്ങാണ് മഴക്കെടുതിയെ തുടർന്ന് വേദി മാറ്റേണ്ടി വന്നത്. മുൻപ് നിശ്ചയിച്ചിരുന്ന NC ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് ഭീഷണിയായതോടെ ചടങ്ങ് മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിലേക്ക് അടിയന്തരമായി മാറ്റുകയായിരുന്നു. എന്നാൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലേക്ക് പ്രധാന റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതോടെയാണ് കരമാർഗം ഓഡിറ്റോറിയത്തിൽ എത്തുക അസാധ്യമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ട് ബോട്ട് മാർഗവും ചിലയിടങ്ങളിൽ വാഹനങ്ങളിലുമൊക്കെ ആയിട്ടാണ് വധൂവരന്മാരെയും അതിഥികളെയും ഒക്കെ പുനർനിശ്ചയിച്ച വേദികളിൽ എത്തിച്ചത്. എന്തായാലും ഏറെ കൗതുകം തോന്നിയ നല്ലൊരു വാർത്തയായിരുന്നു കോഴിക്കോട് നിന്നും. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണ കേസിൽ പ്രതികളായ CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കുകയാണ്. ജാമ്യ ഹർജികളെയൊക്കെ എതിർത്തുകൊണ്ട് രേഖാമൂലമുള്ള എതിർ സത്യവാങ്മൂലം ED കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, എന്തൊക്കെയാണ് ഈ കേസിനെ തുടർന്നുള്ള ബാക്കി വിശദാംശങ്ങൾ? കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. ഹൈക്കോടതി ഈ പ്രതികൾ സമർപ്പിച്ച അവരുടെ ജാമ്യ ഹർജികളിലടക്കമുള്ള വാദങ്ങൾ കേൾക്കും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ED സമർപ്പിച്ച എതിർ സത്യവാങ്മൂലം. ഇതെല്ലാം തന്നെ ഇന്ന് പരിഗണനയ്ക്ക് വരും. ഇവർ സ്വമേധയാ ജാമ്യം ആവശ്യപ്പെടുന്നു. കാരണം 60 ദിവസത്തിലധികമായി ജയിലുകൾ തുടരുകയാണ്. ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇതുവരെയും അതുകൊണ്ട് ജയിലിൽ തുടരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 2 തവണ സെഷൻസ് കോടതി ഇവരെ ജാമ്യാപേക്ഷകൾ തള്ളിയതാണ്. തുടർന്നാണ് ഇവർ കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ED പക്ഷേ ഇത് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിലൊരു ആസൂത്രിതമായ ഗൂഢാലോചന ഈ ആക്രമണത്തിൽ നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നത്. അത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മാത്രമല്ല ഇതിലെ പ്രതികളെന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇതിന് പിറകിലുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ആസൂത്രണം ചെയ്തവർ, ഇത് ആഹ്വാനം ചെയ്തവർ, അവരിലേക്ക് കൂടി അന്വേഷണം വരേണ്ടതുണ്ട്. അപ്പോൾ അത്തരം തെളിവുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അവർക്ക് ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എതിർ സത്യവാങ്മൂലത്തിൽ ED പറയുകയും ചെയ്യുന്നത്. പ്രഗത്ഭ അഭിഭാഷകർ തന്നെയാണ് ഇവർക്ക് വേണ്ടി, ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിലേക്ക് എത്തുന്നത് എന്നതെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കപ്പെടുമ്പോൾ EDയുടെ എതിർ സത്യവാങ്മൂലം കൂടി പരിഗണിക്കപ്പെടുന്നു. ED മറ്റൊരു നീക്കം നടത്തുന്നത് ED വളരെ പെട്ടെന്ന് ഇതിലൊരു കുറ്റപത്രം, ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ ED മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജാമ്യം സ്വാഭാവികമായും നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. എന്തായാലും ഇന്ന് കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRLൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തി അവർ പുറത്തേക്ക് വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും. CPM പ്രവർത്തകർ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഈ വാഹനങ്ങൾ തടയുകയും പിന്നീട് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ, വാഹനങ്ങൾക്ക് നേരെയെല്ലാം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. ഏതായാലും ഇതിൽ ഇവരുടെ ജാമ്യാപേക്ഷ ഇവർക്ക് അനുവദിക്കണമെന്നൊരാവശ്യവുമായിട്ടാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ED എന്തായാലും ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോടതി ഇന്ന് രാവിലെയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവാം. തൃശ്ശൂര് ചെങ്ങാലൂരിലുള്ള സുജിത്തിന്റെയും അശ്വതിയുടെയും മകളായ വൈഗയുടെ 14ാം പിറന്നാളാണിന്ന്. വൈഗക്കുട്ടിക്ക് അനിയൻ നിരഞ്ജനും പിന്നെ അച്ഛമ്മയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും കഥകളും ഒക്കെയായി നാളെയും ഇതേ സമയം രാവിലെ 7 മണിക്ക് ന്യൂസ് മോർണിംഗുമായി ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകരോടുമൊപ്പം ഞാൻ ചേരുന്നതായിരിക്കും. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.